ഈ സമയത്ത് വില്ലാർവട്ടത്തെ രാജകുടുംബത്തെപ്പറ്റി നമ്മളുടെ ആളുകളുടെ ഇടയിൽ നിറയെ സംശയങ്ങൾ, നിറയെ തെറ്റിദ്ധാരണകൾ, നിറയെ കെട്ടുകഥകൾ ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റി ക്ലിയറായിട്ടൊരു ന്യൂസ് തരാനായിട്ടാണ് ഞാൻ ഈയിടെ ഒരു ബുക്ക് പ്രകാശനം ചെയ്തത്. ആ ബുക്ക് വില്ലാർവട്ടത്തിൻ്റെ ട്രൂത്ത്സ് ആൻഡ് ഫാക്ട്സ് ഓൺ വില്ലാർവട്ടത്തെന്ന് പറഞ്ഞാണ് ബുക്കിൻ്റെ, വില്ലാർവട്ടം ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാണ് ബുക്കിൻ്റെ പേര്. അന്ന് വീഡിയോ എടുത്തെങ്കിലും അത് ക്ലിയറായിട്ട് മുഴുവനായിട്ട് എടുക്കാഞ്ഞുകൊണ്ട് നമ്മൾക്ക് കിട്ടിയില്ല. അത് ടി വിയിലൊക്കെ പല ന്യൂസുകൾ വന്നു കഴിഞ്ഞു. ടി വിയിൽ ന്യൂസായിട്ട് 2 ടി വിയിൽ വന്നു, 3 പത്രത്തിലുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞാണ് ഇതൊക്കെ വന്നത്. 25-നായിരുന്നു മന്ത്രി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA മുന്നിൽ. ഇതാണ് അന്നത്തെ ക്രൗഡ് വന്നതിൻ്റെ ഫോട്ടോ ആണ്. 100 കൂടുതൽ ആൾക്കാർ പങ്കെടുത്തിരുന്നു, സ്റ്റേജിലിരിക്കുന്നവരും ചേർത്ത്. ഇതാണ് സ്റ്റേജിലിരിക്കുന്ന ആൾക്കാരുടെ ന്യൂസ്. മന്ത്രി, MLA, മന്ത്രി അനൂപ് ജേക്കബ്, MLA വിനോദ്, PC രേഖ AS, പിന്നെ ഫാദർ ജോണി, ചാൻസലർ ഓഫ് കൊച്ചിൻ ഡയോസിസ്, പിന്നെ ഫാദർ തറയിൽ, ബിഷപ്സ് കോൺഫറൻസിൻ്റെ കേരള സ്റ്റേറ്റിൻ്റെ സെക്രട്ടറി ജനറലിലുള്ള ഓഫീസിൻ്റെ ചാർജാണ് സെക്രട്ടറി ആയിട്ട്. അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുമ്പം എടുത്ത ഫോട്ടോ ആണ്. ഞാൻ എഴുതിയ ബുക്ക് മന്ത്രി ടിൻസി ജേക്കബ് പ്രൊഫസർ UC കോളേജ് ഹിസ്റ്ററിക്ക് കൊടുത്തുകൊണ്ട് പ്രകാശനം ചെയ്തു. ലാസ്റ്റിലിരിക്കുന്നതാണ് ടിൻസി ജേക്കബ്. അതിന് ആമുഖം എഴുതിയ അച്ഛനാണ് കർത്തേടത്തച്ഛൻ. അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട് ബന്ധമുണ്ട് ഈ വില്ലാർവട്ടത്തായിട്ട്. എൻ്റെ സഹകരണം, ഈവൻ രക്തബന്ധം അല്ല അന്നത്തെ കാലത്ത്. ഇതാണ് അതിൻ്റെ ഞാൻ എടുത്ത ഒരു ക്ലാസ്. അന്ന് നമ്മൾ വളരെ ദീർഘമായ ഒരു ക്ലാസ്സും എടുത്തു. 1.25 മണിക്കൂറുള്ളൊരു ക്ലാസ് വില്ലാർവട്ടത്തിനെ പറ്റിയുള്ള. അപ്പം ഇനിയും ടു ദ പോയിന്റിലേക്ക് കയറാം. ഈ വില്ലാർവട്ടത്ത് ഡൈനാസ്റ്റി എന്ന് പറയുമ്പോൾ ആൾക്കാർ ആക്ച്വലി കൺഫ്യൂസ്ഡ് ആണ് അബൌട്ട് വില്ലാർവട്ടം ഡൈനാസ്റ്റി. അത് എന്നാണ് ഉണ്ടായത്? അത് 20ാം സെഞ്ചുറിയിൽ അതിനെപ്പറ്റി പറയുന്നത് 9 to 15 സെഞ്ചുറി വരെ ഉണ്ടായിരുന്ന. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം ഈ വില്ലാർവട്ടത്ത് രാജാവിനെയാണ് കൺവേർട്ട് ചെയ്തത് തോമസ് ലിഹ എന്ന് 67 ബുക്കിൽ, സിറം പാറാട്ടിൻ്റെ ബുക്കിൽ പറയുന്നുണ്ട്, 1967. പിന്നെ പല ബുക്കുകളിലും പറയുന്നുണ്ട് വില്ലാർവട്ടത്ത് രാജാവിനെ കൺവേർട്ട് ചെയ്തു. സെയിൻറ്റ് തോമസ് വന്ന് മാലിയങ്കര ഭരിച്ചിരുന്ന രാജാവാണ്. അതായത് മലങ്കര എന്നതുകൊണ്ടാണ് പേര് വന്നേക്കുന്നത്. പിന്നെ ഉദയംപേരൂർ പള്ളിയിൽ തന്നെ ഒരു മ്യൂസിയമാണ്, അതൊരു കല്ലറയാണ് വെച്ചേക്കണേ. ആ കല്ലറയിൽ പറയുന്ന 1701 AD തോമാ രാജാവ് നാട് നീങ്ങിയെന്ന്. വില്ലാർവട്ടത്ത് തോമാ രാജാവ് നാട് നീങ്ങി. ഞാൻ പറയുന്നത് ഈ 1st സെഞ്ചുറി മുതൽ 1701 AD വരെയുള്ള ചരിത്രത്തിലുള്ള വില്ലാർവട്ടത്തിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ആൾക്കാർ പലരും തന്നെ അത് ക്രോഡീകരിച്ച് ക്രിസ്ത്യൻസ് മാത്രമാണെന്ന് കാണിച്ചുകൊണ്ട് ചെറുതാക്കിക്കൊണ്ട് ഉദയംപേരൂർ മാത്രമുള്ള ഒരു രാജാവെന്ന് പറയുമ്പോഴത്തേക്ക് ജനങ്ങളുടെ മുന്നിൽ ഈ വില്ലാർവട്ടത്തിനെ പറ്റിയ ഒരു ചോദ്യമായിട്ട് മാറുവാണ്. അതെന്തൊരു രാജാവ്? എൻ്റെ അമ്മ വഴി ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന് 400 ഏക്കർ ഉണ്ടായിരുന്നു. ഉദയംപേരൂർ മാത്രം മൊത്തം നോക്കിയാലും 400 ഏക്കർ ആയിരിക്കുള്ളൂ. അപ്പം 1900-ൽ 400 ഏക്കർ ഉണ്ടായിരുന്ന ആൾക്കും 9ാം ശതകത്തിൽ 400 ഏക്കർ എന്ന് പറയുന്നതും നോക്കുമ്പോഴത്തേക്ക് ഒന്നുമല്ല. 1500 AD 400 ഏക്കർ എന്ന് പറഞ്ഞാലും 1900-ലുള്ള ഒരു വ്യക്തിക്കുണ്ടായെന്ന് പറഞ്ഞാലും ഒരു രാജാവെന്ന് അദ്ദേഹത്തെ വിളിക്കാൻ പറ്റുമോ? ഇതിൽ റീസൺ എന്നാന്ന് വെച്ചാൽ ചേന്നമംഗലത്ത് പാർത്ത വില്ലാർവട്ട തോമാ രാജാവ് നാട് നീങ്ങി വില്ലാർവട്ടത്തെയാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. അപ്പോൾ ഈ ചേന്നമംഗലത്തുള്ള വില്ലാർവട്ടത്തും ഇതും ഒന്നാണെന്നുള്ളത് മനസ്സിലാക്കണം. ഈ ചേന്നമംഗലത്തുള്ള വില്ലാർവട്ടത്ത് തന്നെയാണ് നമ്മൾ 1300 മുമ്പ് തന്നെ 342 ഫ്ലഡ് ഉണ്ടായപ്പം സാമൂതിരി അറ്റാക്ക് ചെയ്തു. അപ്പോഴാണ് ചേന്നമംഗലത്തുള്ള വില്ലാർവട്ടത്തിൻ്റെ
സ്ഥലമായ വെട്ടത്ത് നാട്, ദാറ്റ് ഈസ് തിരൂർ ഏരിയ, തിരൂർ സബൂബ്സ്, ചാലിൽ വരെ ഉണ്ടായിരുന്നു. ചാലിയം ഫോർട്ടിൻ്റെ ഏരിയ, പിന്നെ ആ ചാലിയം ഫോർട്ട് പണിത്, അതൊക്കെ വെട്ടത്ത് ഭരിച്ചിരുന്നതായിരുന്നു. ഈ വെട്ടത്ത് നാട് അവരുടെ തലസ്ഥാനം അന്ന് ഈ ഫ്ലഡിന് മുമ്പ് മഹോദയപുരം എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവർ ചേരപ്പറമ്പലയിൽ അനിയൻ്റെ മകനാണ്, ഐ മീൻ മരുമക്കൾക്കാണല്ലോ കിട്ടുന്നത്, ചേട്ടനും അനിയനും. ചേട്ടൻ്റെ പിള്ളേരാണ് കൊച്ചിയും, അനിയൻ്റെ പിള്ളേർ വെട്ടത്തുമാണ്. അപ്പം 1342 ഫ്ലഡ് സമയത്ത് സാമൂതിരിയുടെ ആൾക്കാരുടെ അറ്റാക്ക് വന്നു കഴിഞ്ഞപ്പം അത് തീർന്നു, അതിൻ്റെ ഇത് തീർന്നു. സാമൂതിരി എന്ന് പറയുന്നതും ചേരരാജാവിൻ്റെ മകളിൽ പെട്ടതാണ്, മകളിലല്ല, അത് നായർ സ്ത്രീ ലേഡിയിൽ പെട്ട പിള്ളേരാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അത് അലൗഡാണ് മാരേജ്. അതിലൊരു ചീഫ്റ്റനായിരുന്ന ആളെയാണ് സാമൂതിരി. അതിലുള്ള കുട്ടിയാണ് മെക്കയിൽ പോയി മുസ്ലിം ആയതെന്ന് റെക്കോർഡിലുണ്ട്. അതുകൊണ്ട് ഈ നാട്ടിലും മുസ്ലിംസ് വളരെ സ്നേഹത്തിലാണ് ക്രിസ്ത്യൻസിനോടും ഹിന്ദുസിനോടും താമസിച്ചുകൊണ്ടിരുന്നത് വില്ലാർ വെട്ടത്ത് പീരീഡിൽ. കാലക്രമേണ മൂർസിൻ്റെ അറ്റാക്ക് വന്നു, മൊറോക്കക്കാരുടെ. ആ സമയത്ത് സാമൂതിരി ഭയങ്കര സ്ട്രോങ് ആയിട്ട് അറ്റാക്ക് നടത്തിയ സമയമുണ്ട്. 1498 അന്ന് വില്ലാർ വെട്ടത്തെ രണ്ട് പേര് രാജകുമാരന്മാർ മരിച്ചു വീണു, തീയിട്ട് കൊന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഉദയംപേരൂരിലേക്ക് മാറുന്നത്. അപ്പോൾ 1499 പിന്നെ പോർച്ചുഗീസുകാർ വരുവാണ്. പക്ഷേ 1502 പോർച്ചുഗീസുകാരോട് അഭയം ചോദിക്കുന്നത്. ഉദയംപേരൂർ തലസ്ഥാനമായ ക്രിസ്ത്യാനി രാജാവ് അപ്പോഴത്തേക്ക് മരിച്ചു. ക്രിസ്ത്യാനി രാജാവായിരിക്കാം ലാസ്റ്റ് ആ രാജാവ്. അദ്ദേഹം ക്രിസ്ത്യാനികളുടെ രാജാവായതുകൊണ്ട് ഇവരെ എപ്പോഴും തോമസസ് എന്നായിരുന്നു പറയുന്നത്. ഇപ്പം നമ്മൾ നോക്കിയാൽ 13th സെഞ്ച്വറിയിൽ പോപ്പിൻ്റെ ലെറ്ററും 15th സെഞ്ച്വറിയിൽ പോപ്പ് തോമസസ് നിക്കോളാസ് പോപ്പ് എഴുതിയേക്കുന്നത്. തോമസസ് മോസ്റ്റ് ബിലവഡ് സൺ എന്നും പറഞ്ഞിട്ട് ക്രൈസ്റ്റിൽ ഉള്ള മോസ്റ്റ് ബിലവഡ് സൺ എന്ന് പറഞ്ഞ് ആണ് തോമസ് രാജാവിനെ എഴുതിയേക്കുന്നത്. അപ്പോൾ 13th സെഞ്ച്വറിയിൽ എഴുതിയേക്കുന്നത് കൊല്ലത്തെ ഒരു ബിഷപ്പിനെ ആക്കുന്നതിനെ പറ്റിയായിരുന്നു. പക്ഷേ ആ ലെറ്റർ ഇവിടെ റീച്ച്ഡ് ആയിട്ടില്ല, വന്നു ചേർന്നില്ല. 15th സെഞ്ച്വറിയിൽ എഴുതിയേക്കുന്ന ആ ലെറ്ററും അവിടെ വന്നു ചേർന്നില്ല, അവിടെ ഇരിപ്പുണ്ട്. അത് രണ്ടും നമുക്ക് കാണാവുന്നതാണ്. പോപ്പിൻ്റെ ഇതിൽ പഴയ കാലം മുതലേ ഉള്ളത് റെക്കോർഡ്സിലുണ്ട്. അപ്പം വില്ലാർ വെട്ടത്തിനും ഈ തോമസസ് എന്ന് പറയാൻ കാര്യം വെച്ചാൽ സെയിൻറ്റ് തോമസ് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഈ രാജാക്കന്മാരെ യൂറോപ്യൻസ് എല്ലാം ഇവരെ വേറൊരു പേരും അറിയുന്നുണ്ട്, തോമസസ് എന്ന്. എന്നുവെച്ചാൽ AD 345 നമ്മുടെ ഖനാനായ തോമയുടെ വന്നു കഴിഞ്ഞപ്പം അന്നൊരു ഖനാനായ തോമയുടെ അടുത്ത് 72 ഫാമിലീസും വന്നു. 72 പദവികൾ അവർക്ക് കൊടുത്തു. എല്ലാ പദവിയും ബ്രാഹ്മിൻസിന് തുല്യമായ പദവി, അല്ലെ രാജാക്കന്മാർക്ക് തുല്യമായ പദവി. ആനയിൽ യാത്ര ചെയ്യാം, വാദ്യങ്ങൾ ഇന്ന ഉപയോഗിക്കാം, പട്ടുമെത്തയിട്ട് ഇടാം, ഇങ്ങനെ പല ഇതും അവർക്ക് പ്രത്യേകിച്ച് കൊടുത്തു. താലിയൊക്കെ അന്നേരം കൊടുത്തതെന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ താലി സമ്പ്രദായം ഉണ്ടായെന്ന് പറയണു. ഇല്ല, താലി സമ്പ്രദായം അതിനു മുമ്പേ ഉണ്ടായിരുന്നു നമുക്ക്. എന്നുവെച്ചാൽ നമ്പൂതിരി ആൻഡ് ക്ഷത്രിയ കൺവേർട്ടഡ് അല്ലല്ലോ. വില്ലാർവട്ടത്ത് ആദ്യത്തെ രാജാവ് ക്ഷത്രിയനായിരുന്നല്ലോ. അപ്പൻ നമ്പൂതിരിയാണേലും പെങ്ങടെ പിള്ളേർ, അതായത് സ്ത്രീകളുടെ മരുമക്കത്തായി അനുസരിച്ച് ക്ഷത്രിയർ. എനിവേ ആ രാജാവിൻ്റെ ഓർമ്മയിലാണ് പിന്നെ ഭരണം നടത്തിയത്. അതുകൊണ്ട് ക്രിസ്ത്യൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡ്യൂട്ടി ഉണ്ടായിരുന്നു, നസ്രാണികളെ. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും പറയുന്നത് മറ്റേ കല്ലറ പോർച്ചുഗീസുകാർ വന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കല്ലറ കണ്ടപ്പോൾ രാജാവിൻ്റെ കല്ലറയുടെ അടുത്തുള്ളൊരു ലെറ്റർ ഉണ്ടായിരുന്നു എന്ന് പറയും. രാജാവിൻ്റെ സ്റ്റാച്യു അവർ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ രാജാവിൻ്റെ സ്റ്റാച്യു മ്യൂസിയത്തിലുണ്ട്. എവിടെ? സാന്തോം ചേർച്ച് മ്യൂസിയം, കത്തീഡ്രൽ മ്യൂസിയം. ഇവിടെ ഉദയംപേരൂരിൽ കല്ലറ മ്യൂസിയത്തിൽ നമ്മൾ പോയാൽ കാണാം, ഉദയംപേരൂർ സുനോദോസ് ചേർച്ച് മ്യൂസിയം. അപ്പോൾ ഈ 1st സെഞ്ച്വറി to 17th സെഞ്ച്വറിയിൽ ഈ 345 വന്ന് ഖനാനായ തോമയ്ക്ക് സ്ഥാനം കൊടുക്കുമ്പോഴും ഈ രാജാവിൻ്റെ പേര് തന്നെ ഖനാനായക്ക് ഇട്ടുവെന്നും തോമയ്ക്ക് ഇട്ടുവെന്നും പറഞ്ഞ് കാണുന്നു. ആ സ്ഥാനം കൊടുത്തു. അതായത് ആക്ച്വലി തോമ എന്നുള്ള നേരത്തെയുള്ള പേരാണ്. ആ തോമയ്ക്ക് ആ പദവി കൂടെ അലൗ ചെയ്തു, രാജാവ് അലൗ ചെയ്തു രാജാവിൻ്റെ പേര് യൂസ് ചെയ്യാൻ. പൊതുവെ ആർക്കും അലൗ ചെയ്യില്ല. പക്ഷേ അദ്ദേഹം ഇത് എഴുതിയേക്കുന്നത് കോകുരംഗൻ എന്നും പറഞ്ഞ ഒരാളാണ്. ആ കോകുരംഗനാണ് രാജാവെന്ന് ഓർക്കണേ. കോകു എന്ന് രംഗൻ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ കളർ ഓഫ് പീകോക്ക്. അതായത് രാജാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുവാണ്.
ഒരു ജാതിയുടെയും ഒരു ദൈവത്തിൻ്റെയും പേര് അതിൽ എഴുതിയിട്ടില്ല. അതുപോലെ തന്നെ പിന്നെയുള്ള ചെപ്പേടുകളിൽ നോക്കിയാലും എല്ലാം ഒന്നും പേരില്ല. അമ്പലത്തിന് കൊടുക്കുന്നതിൽ ലാസ്റ്റ് സെഞ്ചുറി ആയപ്പോൾ മാത്രമേ ഹിന്ദു ദൈവത്തിൻ്റെ പേരുള്ളൂ, ദൈവത്തിൻ്റെ നാമമൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രൂവ് ചെയ്ത എന്താണെന്ന് വെച്ചാൽ ദേ എബവ് ദ റിലീജിയൻ, ദേ ദ കിങ്സ് ഓഫ് ഹിന്ദുസ്, കിങ്സ് ഓഫ് ക്രിസ്ത്യൻസ്, ആൻഡ് ഓൾസോ ക്രിസ്ത്യൻ കിങ്. ബാപ്റ്റിസം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഈസ് നോട്ട് നീഡഡ്. ബിക്കോസ് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻസിൻ്റെ ഏറ്റവും വലിയ വിശിഷ്ടമായ 3 രാജാക്കന്മാർ അവരാരും ക്രിസ്ത്യൻസ് ആയിരുന്നില്ല. ഏബ്രഹാം നോക്കിയാലും മുസ്ലിം ആയിരുന്നില്ല, യൂതനായിരുന്നില്ല. യൂതന്മാർക്കും പിതാവാണ്, ക്രിസ്ത്യാനികൾക്കും പിതാവാണ്. ജൂയിഷ് റിലീജിയൻ ശരിക്കും ഉണ്ടാകുന്ന മോസസ് പറയുന്നതിന് ശേഷം. മോസസ് വന്നിട്ട് ഹൊറേബിൽ നിന്ന് കിട്ടിയ വാട്ട് ഈസ് 10 കമാൻഡ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കാണ് സീനായി മലയിൽ ഇറങ്ങിയിട്ട് 10 കൽപ്പനകൾ കൊടുക്കും. അപ്പം ദർ ദ കിങ് ഓഫ് ക്രിസ്ത്യൻസ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പള്ളിവാണ പെരുമാൾ. ഈ പള്ളിവാണ പെരുമാളിനെ പറ്റി എൻ്റെ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വാസ് എ ഡോക്ടർ 1920s കേരള ഹിസ്റ്ററിയിൽ എഴുതിയ സൊസൈറ്റി പേപ്പേഴ്സിലുണ്ട്, പബ്ലിഷ് ചെയ്ത്. അതിൽ പബ്ലിഷ് ചെയ്തേക്കുന്നത് മനോരമയിൽ 1937 പബ്ലിഷ് ചെയ്തതുമാണ്. അതായത് പള്ളിവാണ പെരുമാളിൻ്റെ സ്റ്റാച്യു 1870s മറ്റോ 90s മറ്റോ കിട്ടിയത് കണ്ടവരുണ്ട്. അപ്പോൾ ഈ ദൈവം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ അടക്കം ചെയ്തു എന്ന് പറഞ്ഞ് കുരിശിൻ്റെ ഗ്രാനൈറ്റ് സ്ലാബിൽ അമ്പലത്തിനടുത്ത് നീലംപേരൂർ പള്ളി ഭഗവതി ക്ഷേത്രം, ആ ഭഗവതി ക്ഷേത്രത്തിൽ അടക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചുറ്റും നോക്കിയാൽ അറിയാം, അക്കാലത്ത് ഈ ചേരമാൻ പെരുമാൾ കൊണ്ടുവന്ന് സുറിയാനികളെ പ്രകീർത്തിച്ച് പാടുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതിൽ അവരുടെ ആൾക്കാർ പല ഭാഗത്തേക്കും മാറി വില്ലടിച്ചാൻ പാട്ട് എന്തോ പറയും 1967 വരെ എൻ്റെ റിലേഷൻസിൻ്റെ വേറെ മീൻസ് മരുമക്കളുടെ അമ്മമാരുടെ വീട്ടുകളിലൊക്കെ വന്ന് പാടിയിട്ടുണ്ട്. സം അതർ ഫാർ പ്ലേസ് അറ്റ് തിരുവല്ല. ഇവിടുന്ന് പല ഭാഗത്തു നിന്ന് പോയിക്കൊണ്ട് പാടിക്കൊണ്ടിരുന്നു. ഇവർ കൊണ്ടുവന്നാണ്, പെരുമാൾ കൊണ്ടുവന്നാന്ന് പറയും. എനിവേ ആ പെരുമാളിനെ അടക്കം ചെയ്തതിനെതിരെ നമ്പൂതിരിയെ സ്ഥാനം താത്തിയിട്ടുണ്ടെന്ന് ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, സൊസൈറ്റി പേപ്പേഴ്സിൽ. അതുപോലെ തന്നെ ഒരു പെരുമാൾ വാസി ക്രിസ്ത്യൻ എന്നും ഡോക്ടർ കെ ഇ ചെറിയാൻ എഴുതിയിട്ടുണ്ട്. കെ സി ചെറിയാൻ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അമ്മ വഴി. വെച്ചാൽ വെട്ടത്തുമായിട്ടൊരു ബന്ധവുമില്ല, പക്ഷേ എന്നാലും ആ ന്യൂസ് അറിയാവുന്നതുകൊണ്ട് അവരെഴുതിയിട്ടുണ്ട്. അദ്ദേഹം പിന്നെയും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇബിൻ ബട്ടുട്ട 1342 യാത്രയിൽ അദ്ദേഹം വന്നിട്ട് വളരെ ക്ലിയറായിട്ട് പറയുന്നു, ദർ ഇസ് എ പ്ലേസ് ഇൻ ബിറ്റ്വീൻ കോഴിക്കോട് ആൻഡ് കൊല്ലം, പാതി ദൂരത്തിൽ. ആ 5 നാഴിക ദൂരമാണ് രണ്ടും. അവിടുന്ന് തൊട്ടടുത്ത് ഒരു മലയുണ്ട്, അതിൻ്റെ അടുത്ത് മലയിൽ രാജാവുണ്ട്, അതിനടുത്തൊരു ടൗണുണ്ട്. അത് കാഞ്ചൻകര എന്നാണ് പറഞ്ഞത്. അവരുടെ വാക്കിൽ കാഞ്ചൻ കത്തിയും കടാരിയും യൂസ് ചെയ്യുന്ന ടൗണ്, അതായത് കളരിപ്പയറ്റ്. അവിടെ ജ്യൂസ് താമസമുണ്ടെന്ന്. ജൂയിഷ് അങ്ങനെ താമസിച്ചേക്കുന്ന വേറെ ഒരു സ്ഥലവും അന്നത്തെ കാലത്തില്ല, ഒള്ളി ഹിയർ ഇൻ ചേന്നമംഗലം. അപ്പോൾ ആ മലയെ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ കോവിലകത്തെ രാജാവിന് എമീറിന് ഇവരൊരു സുൽത്താന് രാജാവിന് കോവിലകത്തെ സുൽത്താന് മലയുടെ മേലുള്ള ഇവരൊരു ദിനാറ് കൊടുക്കുന്നുണ്ടെന്നുണ്ട്, അതായത് പൈസ ടിറ്റക്സ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വളരെ ക്ലിയറാണ് വില്ലാർവെട്ടത്ത് രാജാവിനെ പറ്റി. ഇനിയും ചേരമാൻ പെരുമാൾ വാസ് വില്ലാർവെട്ടത്ത് രാജാവ് എന്നുള്ളത് അപ്പോൾ പ്രൂവ്ഡാണ്. നമ്മൾ പറയുമ്പം വില്ലാർവെട്ടത്ത് നമ്മൾ ഈ സ്ഥലത്തു നിന്ന് പറയണു. ഇപ്പോൾ നമ്മളൊരു അഞ്ചേരി ഫാമിലിയിൽ പെട്ടവരാണ് കൊട്ടാരത്തിൽ ഫാമിലി. പക്ഷേ നമ്മൾ പറയും കൊട്ടാരത്തിൽ ഫാമിലിയാണത്, അഞ്ചേരിയിലെ ഇന്ന വല്യപ്പൻ, പുന്നൂസ് മാപ്പിള, മറ്റേ മറിച്ച് അങ്ങ് പറയും. പക്ഷേ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കൊട്ടാരത്തിൽ ഫാമിലി പിന്നെയാണ് ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇത് ചേരമാനിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് വെട്ടത്ത്, മറ്റേത് പെരുമ്പടപ്പ് മൂത്തത്. എനിവേ സെയിം കണക്ഷൻ ഫ്രം ഫസ്റ്റ് സെഞ്ചുറി നമ്മൾ പറയുന്നത്. അതാണ് ക്രിസ്ത്യാനികളുടെ രാജാവ്. പിന്നെ നമ്മൾ നോക്കിയാൽ വെട്ടത്തിൽ
പോർച്ചുഗീസ് വന്നതിന് ശേഷം ഇവർക്ക് തിരിച്ച് ഭരണം കിട്ടി. പോർച്ചുഗീസ് വന്നപ്പോൾ വെരി ക്ലിയർ, ഒരിക്കലും അത് ഭരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ പള്ളിപ്പുറം ഫോർട്ട് പണിയാൻ നേരത്തേക്ക് ഭരിച്ചുകൊണ്ടിരുന്നത് കൊച്ചി ആയിരുന്നില്ല. കൊച്ചി രാജാവ് പോർച്ചുഗീസിനോട് പണിത് തരണമേ എന്ന് പറഞ്ഞു അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഉത്തരവ് കൊടുക്കുകയല്ല, സ്ഥലം കൊടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പോയിട്ട് സ്ഥലം പണിയാൻ നേരത്തേക്ക് ക്രിസ്ത്യൻസിൻ്റെ പെർമിഷൻ വാങ്ങി അവരുടെ സപ്പോർട്ടോടുകൂടി ടിമ്പറും ഒക്കെ വെച്ചിട്ട് അവിടെ പണിതുന്നതാണ്. എന്നുവെച്ചാൽ അവർക്കൊരു രാജാവുണ്ടായിരുന്നു. അപ്പോൾ 1502 1504 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ മരിച്ചുപോയി. 1502 to 4 പീരീഡിൽ ആളില്ല, അവർക്ക് രാജാവില്ല. അടുത്ത ആളെ കയറ്റിയിട്ടില്ല, യുദ്ധം നടക്കുമല്ലേ ഉദയംപേരൂരിൽ. ഉദയംപേരൂരിലേക്ക് തലസ്ഥാനം മാറി. ചേന്നമംഗലം സാമൂതിരിയുടെ കയ്യിലായിരുന്നല്ലോ, കൊച്ചി സാമൂതിരിയുടെ കയ്യിൽ പോയ പോലെ 2-3 years. കൊച്ചി രാജാവ് അന്ന് അഭയം തേടിയിരുന്നത് എളങ്കുന്നപ്പുഴ അമ്പലത്തിലായിരുന്നു. ദാറ്റ് ഈസ് വൈപ്പിൻ ഏരിയ മുഴുവൻ വില്ലാർവട്ടത്തിൻ്റെ ഏരിയ ആയിരുന്നു. അപ്പം ഒരിക്കലും അപ്പുറം വന്ന് അഭയം തേടില്ല എന്നായിരിക്കും അവർ ഓർത്തത്. വൈപ്പിൻ ശരിവേ എനിവേ വില്ലാർവട്ടത്തിൻ്റെ ഹിസ്റ്ററി അതോടുകൂടി തീർന്നില്ല. 1549 ഒരു രാജാവ് വെട്ടത്ത് രാജാവ് വില്ലാർവട്ടത്ത് തന്നെ താനൂറിലെ പ്രിൻസായിരുന്ന ആൾ രാജാവ് തന്നെയാണ്, അവിടുത്തെ രാജാവ്. എന്ന് വെച്ചാൽ മലങ്കര ഉദയംപേരൂരിലെ രാജാവെന്നും ചേന്നമംഗലത്തെ രാജാവും മാലിയങ്കര രാജാവും താനൂർ രാജാവും എല്ലാം ഒറ്റയാൾ തന്നെ, വില്ലവർവട്ടത്തെ രാജാവ് തന്നെ. അവിടെ നിന്ന് ഓരോരുത്തരും ഓരോ രീതിയിൽ നിന്ന് പോർട്ടിൽ വരുന്നതനുസരിച്ച് അവരവിടുത്തെ രാജാവെന്ന് പറയും. അതായത് താനൂർ ഭരിച്ചിരുന്നത് നായർ രാജാവുണ്ട്, അത് ക്ഷത്രിയ രാജാവ് വേറെ. നായർ രാജാവ് 1342 മുതൽ ഈ പോർച്ചുഗീസ് പീരീഡിന് തൊട്ട് മുമ്പ് വരെ ഭരിച്ചു. പിന്നെ ഇവർ തിരിച്ചു പിടിച്ചു. പോർച്ചുഗീസ് വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ചു പിടിച്ച് ക്ഷത്രിയ രാജാവിനെ കൊണ്ട്, അതായത് വെട്ടത്ത് ക്ഷത്രിയ രാജാവിനെ കൊണ്ട് വീണ്ടും ഭരണം കൊടുത്തു. അത് 1576 സംതിങ് ലൈക്ക് ദാൻ നമ്മളുടെ സാമൂതിരി അണ്ടർ മൂർസ് മീൻസ് കുഞ്ഞാലി മരക്കാസ് അറ്റാക്ക് വന്നു കഴിഞ്ഞപ്പം അവർ തിരിച്ചു പിടിച്ചെടുത്തു. പിന്നെ അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ കളിയാണ്. പിന്നെ 1600 കുഞ്ഞാലി മരക്കാരനെ തോൽപ്പിച്ചതിന് ശേഷം എഗെയിൻ ആ താനൂർ ഭാഗം ഭരിച്ചത് വില്ലാർവട്ടത്താണ്. അതുകൊണ്ടാണ് വില്ലാർവട്ടത്തിന് അവരുടെ സിൻസിയറിറ്റി കണ്ടുകൊണ്ട് വില്ലാർവട്ടത്ത് ക്ഷത്രിയർ ഒരു തവണ സാമൂതിരിയുടെ കാല് വെട്ടി. എന്തിനാണെന്ന് വെച്ചാൽ കൊച്ചി രാജാവ് അവരുടെ റിലേഷൻസ് ആണല്ലോ, ബ്രദേഴ്സായിട്ട് കണക്കാക്കുന്നത്. പിന്നെ മരിച്ച ശരീരത്തെ ചവിട്ടിയത് യുദ്ധത്തിൽ അവർ തോൽപ്പിച്ചപ്പം മരിച്ചു വീണ് കൊച്ചി രാജാവിൻ്റെ ശരീരത്തെ ചവിട്ടിക്കഴിഞ്ഞപ്പം വെട്ടത്ത് ക്ഷത്രിയ രാജാവ് വെട്ടി കാലെടുത്തുന്നതാണ് പെരുമ്പടുപ്പ് ഗ്രന്ഥവരി എന്നും പറഞ്ഞ് കേരള സ്റ്റേറ്റ് ആർക്കീവ്സ് പബ്ലിഷ് ചെയ്ത ബുക്കിൽ പറയുന്നത്. അതിനുശേഷമാണ് പോർച്ചുഗീസുകാർ കൊച്ചി രാജ്യത്തേക്ക് വെട്ടത്തിനെ ദത്തെടുത്തത്. വെട്ടത്തിനെ ദത്തെടുക്കുമ്പോൾ പ്രധാനമായിട്ട് അവർ ഓർക്കുന്നത് നല്ല വീരത്വമുണ്ട്. 2 പേരെ ദത്തെടുത്തു. അതിനു മുമ്പ് തന്നെ നമുക്കറിയാം 1548 സെയിൻറ്റ് ഫ്രാൻസിസ് വെട്ടത്ത് രാജ്യത്ത് വന്നു, തിരൂരിലും വന്നു. സെമിനാരി കോട്ടയിൽ കോവിലകത്തുള്ള സെമിനാരി ഉണ്ടല്ലോ, വൈപ്പിൻകോട്ട സെമിനാരി ചേന്നമംഗലത്തുള്ള, അവിടെയും വന്നു. അപ്പോൾ ആ രാജാവ് ഇതിൽ ആകൃഷ്ടനായി 1549 കൺവേർട്ടഡ് ആയപ്പം വലിയ കൊട്ടും വാദ്യവും ഭയങ്കര ഒരു പ്രോഗ്രാം രാജാവിനെ കൺവേർട്ട് ചെയ്തതിൻ്റെ ഇതുവഴിയാണ് ഗോവയിലെ ബിഷപ്പ്, അവിടുത്തെ അന്നത്തെ പോർച്ചുഗീസ് ഹെഡ് അവിടെയാണ് പോർച്ചുഗീസ് ബിഷപ്പ് ഹെഡ് കൺവേർഷൻ നടത്തിയത്. ഒരാഴ്ചത്തെ 1 മാസത്തോളം ട്രെയിനിങ് നടത്തിയിരുന്നു ഗോമസിൻ്റെ കീഴിൽ. വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംവാദമാണ് ട്രെയിനിങ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പൂണൂല് വെച്ച് തന്നെ അദ്ദേഹത്തിനെ രാജാവാക്കിയത്. അപ്പോൾ പോർച്ചുഗീസ് രാജാവ് എഴുതി ചോദിച്ചു. 1530s ഈസ്റ്റ് ഭരിക്കാനായിട്ട് പോർച്ചുഗീസിനാണ് പോപ്പ് അധികാരം കൊടുത്തത്. അപ്പോൾ പോർച്ചുഗീസ് രാജാവ് ചോദിച്ചു എങ്ങനെയാണ് പൂണൂലുള്ള ഒരു രാജാവിനെ കൺവേർട്ടഡ് ആക്കിയത്. അപ്പോൾ പറഞ്ഞു അദ്ദേഹം മനസ്സുകൊണ്ട്, അതായത് ഹൃദയം കൊണ്ട് ക്രിസ്ത്യാനിയാണെന്ന്. അങ്ങനെ ഒരു ബിബ്ലിക്കൽ വേഴ്സുണ്ട്, സെയിൻറ്റ് പോളോ മറ്റോ എഴുതുന്നത്. അതുകൊണ്ടാകണമെന്നുള്ളത്, അല്ല അഗ്രചർമ്മം കൊണ്ടായിട്ട് കാര്യമില്ല എന്ന്, മനസ്സുകൊണ്ടുള്ളത്.
അപ്പോൾ അതുപോലെയാണ് ഒരു മറുപടി കൊടുത്തു ബിഷപ്പ്, മെനസിസിന് മുമ്പോട്ട് നിന്നുള്ള ബിഷപ്പ്. പക്ഷേ എനിവേ മെനസിസിൻ്റെ കാലം വന്നു കഴിഞ്ഞപ്പം ലാസ്റ്റ് 16th സെഞ്ച്വറി ലാസ്റ്റ് കഴിഞ്ഞപ്പം ഇദ്ദേഹം കൂടുതൽ ഹിന്ദുവാണെന്നാണ്, ഹിന്ദുയിസത്തിലേക്ക് നിലനിൽക്കുന്നു എന്നാണ് പല ലെറ്റേഴ്സിൽ ചരിത്രകാരന്മാർ എഴുതുന്നത്. അതുകൊണ്ടായിരിക്കും മെനസിസിൻ്റെ കാലഘട്ടങ്ങളിൽ ഹിന്ദുയിസമായിട്ട് വളരെ ദൂരെയായിട്ടുള്ളത് എഴുതിയുണ്ടാക്കിയത്. ക്രിസ്ത്യൻസിന് അങ്ങനെ പറ്റുള്ളൂ. ഉദയംപേരൂർ സുന്നോദോസിൻ്റെ ശരിക്കുള്ള ചരിത്രം പലതും നമ്മൾ അറിയുന്നില്ല. ഈ വെട്ടത്തെ രാജാവിന് സ്ഥാനം കൊടുക്കാമെന്ന്, അതായത് ഇന്ത്യ മുഴുവൻ പോർച്ചുഗീസുകാർ ശിക്ഷണ നടപടി എടുക്കുമ്പം ഈ വെട്ടത്ത് ക്രിസ്ത്യാനി രാജാവ്, അടുത്ത രാജാവിന് കൊടുക്കാമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പല പഴയ ബുക്കുകളിലൊക്കെ കാണുന്നത്. എനിവേ അതിലേക്ക് ഞാൻ കയറുന്നില്ല. എനിവേ അത് നടക്കുമ്പോൾ കൊച്ചിയിലേക്ക് ഈ രാജ്യം പോയി കഴിഞ്ഞു. 59 ഈ രാജ്യം പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഉദയംപേരൂരിൽ നിന്ന് സഹോദരന്മാരുടെ രാജ്യത്തേക്ക് പോയി. പക്ഷേ ഇതെന്ന് വെച്ചാൽ ദൂരമാണല്ലോ, വളരെ ദൂരമാണല്ലോ. ചേന്നമംഗലത്തൊന്നും ഒരു ചെറിയ സ്ഥലമല്ലേ ഉദയംപേരൂരുള്ളൂ. അപ്പോൾ ബ്രദേഴ്സായ കൊച്ചിക്ക് കൊടുത്തു. വീണ്ടും കൊച്ചി ദത്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേന്നമംഗലം എല്ലാം 1658 ചേന്നമംഗലത്തുള്ള രാജാവ് മറിയയുടെ മകനായ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ രക്ഷപ്പെടുമെന്ന് അശരീരി കേട്ടപ്പോൾ സ്മോൾ ബോക്സിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ട്, അത് അശരീരിയല്ല, അത് അന്നത്തെ സംസ്കൃത മന്ത്രമാണ്. അന്നത്തെ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ പറയണേ ദാറ്റ് വാസ് ദ മന്ത്രം. എനിവേ അത് കേട്ടത് ഇങ്ങനെയാണ്. ചിലവർ പറയുന്നത് ഹരിറാമെന്ന് എന്തോ പറയുന്ന പറയണേ. പക്ഷേ ഇദ്ദേഹം കേട്ടത് ഇതാണ്. ഒരു പക്ഷേ വെട്ടത്തുകാർക്ക് ഈ ക്രിസ്ത്യാനി രാജാക്കൂട് 1st സെഞ്ച്വറി മുതൽ ഈ രാജാക്കന്മാർക്ക് കൂടുതൽ പറയുന്നുണ്ടായിരിക്കും ചെവിയിൽ മന്ത്രം. അവസാന നിമിഷം പോലും വിശ്വാസം കൊണ്ട് ക്രിസ്ത്യനായാൽ രക്ഷപ്പെട്ടു എന്നാണല്ലോ വിശ്വാസം കൊണ്ട് ബാപ്റ്റൈസ് നടന്നാലും ഇല്ലെങ്കിലും. കുരിശിൽ കിടന്ന കള്ളൻ രക്ഷപ്പെട്ട പോലെ. എനിവേ എനിക്കറിയില്ല, എന്തായാലും ഇതായിരുന്നു മന്ത്രം. അത് കഴിഞ്ഞ് അദ്ദേഹം വന്നു. 1691 ദർ വാസ് എ ബിഗ് റെബല്യൻ. ഗോതുരുത്ത് ഫോർട്ട് പിടിച്ചു. ഓഗസ്റ്റിൽ 1690 തീരുമാനം അനുസരിച്ച് ഡച്ചുകാരെ ഓടിക്കണമെന്നും വെട്ടത്തെ ആളെ എടുക്കണമെന്നും പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടത്തെ ആളെ 1662 വെട്ടത്തെ രാജാവ് കൊച്ചിയിലേക്ക് ദത്തെടുത്തവരെ കൊന്നല്ലോ. അതിൽ 2 പ്രിൻസസിനെയും ഒരു രാജാവിനെയും കൂടെയുള്ള എല്ലാ നായർ മിനിസ്റ്റേഴ്സിനെയും വെട്ടി വീഴ്ത്തി കൊന്നു. അതിന് ദത്തെടുക്കാൻ സഹായിച്ച ലക്ഷ്മി റാണി നമ്പൂതിരി മിനിസ്റ്റേഴ്സിനെ കപ്പലിൽ കയറ്റി നാട് കടത്തി. ഒരു നമ്പൂരി മിനിസ്റ്റർ രക്ഷപ്പെട്ടു. ആ നമ്പൂരി മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ആൾക്കാർ തലമുറയായിട്ട് നായ്ക്കർ വീട്ടിൽ അച്ഛൻ. 1660 ആണ് അദ്ദേഹത്തിൻ്റെ ബ്രദറിന് ആദിത്യവർമ്മയായിട്ട് എന്നുള്ള പേരിൽ തിരുവിതാംകൂറിലേക്ക് ദത്തെടുക്കപ്പെട്ട പ്രിൻസിനെ ആദിത്യവർമ്മ എന്ന പേരിൽ രാജാവാക്കിയത്. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ കണ്ടിന്യൂ ചെയ്യാഞ്ഞപ്പം വെട്ടത്തുനിന്ന് ദത്തെടുത്ത രാജാവ് 1658 എടുത്ത രാജാവ് 1660 പാലിയത്തിന് അവരുടെ പാലിയത്തിനോട് പ്രത്യേക സ്നേഹമായിരുന്നു. അതുകൊണ്ട് പാലിയത്തിന് വിശ്വസ്തനാണെന്ന് കണക്കാക്കി. എന്നും വെട്ടത്തിൻ്റെ പുറകിൽ ശക്തിയോടുകൂടി വെട്ടത്തിന് ശക്തി കൊടുത്ത് യേസ് എന്ന് പറയുന്ന ഒരു പ്രഭു കുടുംബമായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ സ്ഥാനം കൊടുത്തത്. പിന്നെയാണ് അവർക്ക് ഇങ്ങനെ പ്രൈം മിനിസ്റ്ററാക്കി കൊച്ചിയുടെ. അതായതോടുകൂടി കൊച്ചിയിലെ അദ്ദേഹം പക്ഷേ 1661 നമ്മുടെ കൊല്ലം അറ്റാക്ക് ചെയ്തിട്ട് ജയിച്ചിട്ട് വന്ന ഡച്ചിൻ്റെ മസ്കറ്റസ് ബൂൺ എന്ന് പറയുന്ന കപ്പലിൽ അവരുടെ അഡ്മിറൽ ഉണ്ടായിരുന്നു. അഡ്മിറലായിട്ട് സംസാരിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി. അവരുടെ അഡ്മിറലായിട്ട് സംസാരിച്ച് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കാലുവാരാന്ന് ഗവർണറിനോട് അറിയിച്ചു. കാലുവാരാന്ന് സ്വന്തമായിട്ട് കൊച്ചിയെ കാലുവാരി കൊടുക്കാമെന്ന് അന്നത്തെ പാലിയത്തച്ഛൻ സമ്മതിച്ചു. അതുകൊണ്ട് 1661 അവർ യുദ്ധം ചെയ്തിട്ടും ജയിക്കുന്നില്ല എന്ന് കണ്ട് അവർ തോറ്റുപോയി ഓടിപ്പോയ ഡേറ്റാണ് നമ്മളുടെ ആദ്യത്തെ യുദ്ധം ജയിച്ചത്. ആ ബുക്കിൽ ഡേറ്റ് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ പാലിയത്തിൻ്റെ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിൽ കാണിച്ചേക്കുന്നത് കോംപ്രമൈസ് അവരായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ഡേറ്റ് വേറൊരു ഡേറ്റാണ് കാണിക്കുന്നത്. അന്ന് ആ ഡേറ്റ് അനുസരിച്ചിട്ട് അച്ഛൻ ഇവിടെ ഇല്ല, അവരിവിടെ ഇല്ല, പാലിയത്തെ ആൾക്കാർ ഇവിടെ ഇല്ല, ഡച്ചിൻ്റെ ആൾക്കാർ ഇവിടെ ഇല്ല. ഇനി ആ ബുക്കിൽ ക്ലിയറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഡച്ചുകാരെ ഇന്ത്യയിൽ തോൽപ്പിച്ചത്.
1662 നമ്മുടെ രാജാവിനെ അവർ വന്ന് കൊന്നു ജനുവരി 27. അത് കഴിഞ്ഞ് രാജാവും ആൾക്കാരും മരിച്ചു കഴിഞ്ഞിട്ടും ഗോദവർമ്മ രക്ഷപ്പെട്ടു പോയി. അമ്മറാണിയെ അമ്പലത്തിനകത്തു നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അദ്ദേഹമാണ് ആ പേര് മോശമാകാതിരിക്കാൻ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ കുറേ ബുക്ക് പബ്ലിഷ് ചെയ്തു. അദ്ദേഹം എഴുതിയതുമല്ല, അതാണ് മെഡിസിനൽ പ്ലാന്റ്സിനെ പറ്റിയുള്ള ബുക്ക്. ആ അറസ്റ്റ് ചെയ്ത സെപ്പോയി പിന്നെ ഗവർണറായി, അത് കഴിഞ്ഞ് കമ്മീഷണർ ജനറലായി. എനിവേ 1690 ഉള്ള റിബല്യനിൽ 62 മാർച്ച് 3 നമ്മൾ ഗോദവർമ്മ വീണ്ടും രാജാവായി. അമ്മറാണി കിരീടം വെച്ചത് അമ്പലത്തിൽ വെച്ചായിരുന്നില്ല, പള്ളിയിൽ വെച്ചായിരുന്നു. പക്ഷേ അമ്പലത്തിൻ്റെ ഹിന്ദു കസ്റ്റം അനുസരിച്ച് അരിയിട്ട് വാഴ്ച അന്ന് നടന്നു. അതിന് ശേഷമാണ് പള്ളിയിൽ വെച്ച് കിരീടധാരണം നടത്തിയത്. അതിനു മുമ്പ് അതേ കിരീടം തന്നെ 1658 പോർച്ചുഗീസ് രാജാവ് നമ്മുടെ വെട്ടത്ത് രാജാവിനെ കൊടുത്തതാണ്, കൊച്ചിയിൽ വച്ച്. അതും കൊടുത്തത് അരിയിട്ട് വാഴ്ചയ്ക്ക് ശേഷം പള്ളിയിൽ വെച്ചാണ് അവരുടെ ഗവർണർ വന്ന് വാഴിക്കുന്നത്. ഗോവയിൽ നിന്ന് ഗവർണർ വന്ന് വാഴിക്കുന്നത്. ഇത് മറച്ചു വെക്കാനായിട്ട് ഒരാൾ ബുക്ക് എഴുതിയിട്ടുണ്ടായി. 1504 ഓൾറെഡി ഇതേ പള്ളിയിൽ ഈ കിരീടം കൊടുത്തെന്ന്. അതിൻ്റെ കാർബൺ ഡേറ്റിംഗ് നോക്കിയാൽ തന്നെ അറിയാം 1658 ആണ്. ഇനിയും 1504 ഈ പള്ളിയെ ഉണ്ടായിട്ടില്ല. സാന്റാക്രൂസ് ചർച്ച് ഉണ്ടായത് തന്നെ 1605 ഇതേ പള്ളി സാന്റാക്രൂസ് ചർച്ച് എന്ന് ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട് കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിൽ. അത് തെറ്റാണ്. പിന്നെയും കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിൽ 1690 റിബല്യനെ പറ്റി തെറ്റായിട്ട് കാണിച്ചേക്കണം. അതായത് പാലിയത്തിൻ്റെ ഗ്രന്ഥവരിയിൽ എഴുതിയേക്കുന്നത് അവർക്ക് അധികാരം കൊടുത്തു എന്നും പറഞ്ഞാൽ അല്ല, അതെല്ലാം ഉണ്ടായത് റിബല്യനിൽ പാലിയത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വെട്ടത്തുനിന്ന് രാജാവിനെ എടുക്കണമെന്ന് 1690 തീരുമാനിച്ചു ചേന്നമംഗലത്ത് വെച്ച്. വെട്ടത്തുകാർ ദത്ത് വന്നവർ ചേന്നമംഗലത്ത് തന്നെയാണ് താമസിച്ചത്. എന്താണെന്ന് വെച്ചാൽ ദത്താണെന്ന് പേരാണെങ്കിലും അവർക്ക് ഓൾറെഡി സ്വന്തം കുടുംബമുള്ളപ്പം അവർ സ്ഥലം വിട്ട് പോകും. അപ്പോൾ അവർ വേറെ ഒരു വെട്ടത്തിൻ്റെ ആണെങ്കിൽ പോലും അവർ അവിടെ താമസിക്കില്ല. അവിടെ ഇതേ വെട്ടത്ത്, അതായത് താനൂരിൽ നിന്ന് എടുത്തവരും ഇതും ഒരു ഫാമിലി ആയതുകൊണ്ടാണ് അവിടെ തന്നെ താമസിച്ചത്. അവിടെ തന്നെ താമസിച്ചതിൻ്റെ റെക്കോർഡും വന്നപ്പോൾ താമസിച്ചതിൻ്റെ റെക്കോർഡും എല്ലാം പാലിയത്തിൻ്റെ ഗ്രന്ഥവരിയിലും എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവർ അവിടെ നിന്ന് ഒരു യുദ്ധം 1691 അടുത്ത വെട്ടം, അതായത് ശരിക്കും 4 പേരെ ദത്തെടുത്തു എന്നാണ് പാലിയത്ത് എഴുതിയേക്കുന്നത്. പക്ഷേ പെരുമ്പടപ്പ് ഗ്രന്ഥവരിയിൽ എഴുതിയിട്ടുണ്ട് 5 പേരെയാണ് ദത്തെടുത്തതെന്ന്. ഈ 4 പേരും മരിച്ചതിന് ശേഷം, എങ്കിലും ഗോദവർമ്മേനെയും കൊന്നതിന് ശേഷം ഡച്ച് വീണ്ടും വന്നല്ലോ. ഡച്ച് ജനുവരി 7 പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചു. അതിനുശേഷം ഫർദർ യുദ്ധം ഉണ്ടായിക്കൊണ്ടിരുന്നു. മാർച്ചിൽ 3 ഗോദവർമ്മേനെ കൊന്നു. അത് കഴിച്ച് 1663 മാർച്ച് 3 അവർ ജയിച്ചതിന് ശേഷം മാർച്ച് 6 അവരുടെ രാജാവിനെ അവരോധിക്കുകയാണ്. അങ്ങനെ പാലിയത്തിന് വീണ്ടും സ്ഥാനം കൊടുക്കുന്നു. അതേസമയം ഗോദവർമ്മയാണെങ്കിൽ പാലിയത്തിനെ നാട് കടത്തി. അവർ നാട് കടത്തലും വന്നു കഴിഞ്ഞാൽ തീവ്ര ശിക്ഷയെന്നുള്ള മാതിരി കാണിച്ചിരുന്നു. അവർ ഉപ്പിന് നന്ദി കാണിച്ചില്ല എന്നും പറഞ്ഞ്. പാലിയത്ത് അച്ഛന് മാത്രമേ ഉള്ളൂ, പാലിയത്ത് കുടുംബത്തിനെ മുഴുവനല്ല. അങ്ങനെ സ്ഥലം എല്ലാം അവരുടെ നഷ്ടപ്പെട്ടതിനെ, എല്ലാവരുടെയും നഷ്ടപ്പെടുമെന്ന് സാധ്യതയില്ല. പാലിയത്ത് അച്ഛനെ നഷ്ടപ്പെടും. അങ്ങനെ അതെല്ലാം കൈകാണിച്ച് കഴിയുമ്പോൾ ഈ പുതിയ രാജാവ് വന്നു. ഡച്ചുകാർ പറഞ്ഞു ഈസ് ഫോർ ദ ലൈഫ് ഓഫ് കൊച്ചിന് ഇദ്ദേഹമാണ് പ്രധാനമെന്നും പറഞ്ഞ് ഡച്ചുകാരുടെ ഓർഡർ ഉണ്ടെന്നാണ് നമ്മുടെ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിൽ ഇദ്ദേഹത്തെ പറ്റി കാണിക്കുന്നത്. അപ്പം വേറെ റെക്കോർഡ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാലിയത്തിനെതിരെ ഒന്നും പറയാൻ പാടില്ലെന്നും അവർക്കെതിരെ പ്രവർത്തിക്കാൻ പാടില്ലെന്നും രാജാവ് പോലും ഇദ്ദേഹത്തോട് ചോദിക്കാതെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ലെന്നും പറഞ്ഞ് ഉള്ളതാണ്. അപ്പോൾ ആ ഡിഗ്രി പിന്നെ 1676 ഒരു ഡിഗ്രി ഇറക്കി. ഇടയ്ക്കിടയ്ക്ക് ഡച്ചുകാർ പാലിയത്തിനെ സപ്പോർട്ട് ചെയ്ത് ഡിഗ്രി ഇറക്കും, എല്ലാം ചെയ്തിരിപ്പുകളുള്ളതുകൊണ്ട്. അങ്ങനെ 1701 വന്നു കഴിഞ്ഞപ്പം നമ്മുടെ അതായത് തോമ രാജാവ് മരിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ ഒരാൾ മാത്രം 1692 അദ്ദേഹത്തിൻ്റെ ഒരു ബ്രദറിന് അദ്ദേഹത്തിനാണോ എന്നറിയില്ല, ഒരു റിബല്യൻ നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹമാണ് ലീഡ് ചെയ്തത് ഓൾസോ. ആ റിബല്യൻ ഗോതൂരത്തിൽ ആലങ്ങാട് വെച്ച് വലിയൊരു ഫൈറ്റ് നടന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂതിരിയുടെ ആൾക്കാർക്ക് ചേറ്റുവ എന്ന് പറയുന്ന സ്ഥലം നവംബർ മാസത്തിൽ ഇദ്ദേഹം ജയിക്കാനായിട്ട് പാലിയത്തുകാർ ഡച്ചുകാരോട് ഒരു ഐഡിയ കൊടുത്തു. കമ്മീഷണറി ജനറലായിരിക്കുന്ന അന്നത്തെ കാലുവാരിയിരുന്ന ഹെൻറിക് വാൻ റീഡിനെ വീണ്ടും വിളിച്ച് കമ്മീഷണറി ജനറലായി അദ്ദേഹത്തിന് പ്രൊമോട്ട് കൊടുത്തു കഴിഞ്ഞപ്പം അദ്ദേഹത്തിനെ ആഫ്രിക്കയിൽ നിന്ന് വിളിച്ചു വരുത്തി നമുക്കെതിരെ യുദ്ധത്തിന് വന്നു. കൊച്ചിക്കെതിരെ പാലിയത്തും ചേർന്നു. സാമൂതിരിക്കപ്പം അവർ ചേറ്റുവ എന്ന് പറയുന്ന സ്ഥലം, അതായത് വലിയ നാശനഷ്ടം ഉണ്ടാവും.
ഗോതുരുത്ത് പിടിച്ച് ആലങ്ങാടൊക്കെ പിടിച്ച് പറവൂർ പിടിച്ച് പറവൂർ സപ്പോർട്ടും ഒക്കെ ഉണ്ട്, മുന്നോട്ട് വരുവാണ് ആലങ്ങാട്ടിലെ സപ്പോർട്ടും. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരെ അപ്പം സാമൂതിരി ഇറക്കി ചേറ്റുവാ എഴുതി കൊടുത്തോടുകൂടി ഇങ്ങനെ ആ യുദ്ധത്തിൽ നവംബർ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് കമ്മീഷണർ ജനറലിന് പരിക്കേറ്റു. അദ്ദേഹം ഇത് അവർ സീക്രട്ടായിട്ട് വെച്ചുകൊണ്ട് അടുത്ത കപ്പലിൽ കയറി അദ്ദേഹം ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോവാണ്. അന്നത്തെ ഡച്ച് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകുന്ന ഷിപ്പ് ഡിസംബർ 1 പുറപ്പെട്ടു. പക്ഷേ ഇദ്ദേഹം ഡിസംബർ 13 ബോംബെ എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചു. അന്നത്തെ ഡച്ച് ഹെഡ് ക്വാർട്ടേഴ്സ് സൂററ്റിലായിരുന്നു ഇന്ത്യയുടെ. അപ്പം എത്തുന്നതിന് മുമ്പേ മരിച്ചു കഴിഞ്ഞ് ചീഞ്ഞ് നാറിയ അഴുകിയ ശരീരമായിട്ടാണ് ബോംബെയിൽ അടക്കം ചെയ്തത്. അത് കഴിഞ്ഞാണ് അത് സൂററ്റിലേക്ക് പുറപ്പെട്ടത്. അദ്ദേഹം മരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ടെറ്റനസ് ആയിരുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ യുദ്ധത്തിൽ പരിക്കേറ്റതിൻ്റെ പേരിലാണ്. അല്ലെങ്കിൽ യുദ്ധം നടക്കുന്നതിനിടയിൽ ഓടി വരില്ലല്ലോ ഒരു കമ്മീഷണർ ജനറൽ. പിന്നെ അവരുടെ ക്യാപ്റ്റൻ വെച്ചിട്ട് അവർ യുദ്ധം നടത്തിയത്. എഗെയിൻ ആ യുദ്ധം നടത്തി അവർ ജനുവരിയിലാണ് അവർക്ക് ഗോതുരുത്ത് ഫോർട്ട് പിടിക്കാൻ പറ്റിയത് 1692. ആ സമയത്താണ് അവിടുന്ന് വെട്ടത്തോമ രാജാവല്ല ആമ്പല്ലൂർ വന്ന് താമസമായത്. 250 കൂടി വർക്കേഴ്സ് ഉണ്ടായി. വർക്കേഴ്സ് മീൻസ് ഫാമിലീസ് ഉണ്ടായിരുന്നു. അതിൽ ആശാരി, മൂശാരി, തട്ടാൻ, ഇങ്ങനെ കുറേ പറയും എൻ്റെ ഫോർ ഫാദേഴ്സ്. അങ്ങനത്തെ ഓരോ ജോലിക്കാരും ഈഴവരും ഒക്കെ സപ്പോർട്ടായിട്ട് വന്ന് എന്തിനും തയ്യാറായിട്ട് വന്നു. അവർക്കെല്ലാം ഫ്രീഡം കൊടുത്തു. കുറച്ച് പുലിയ ഫാമിലീസ് കൂടെ സെർവ് ചെയ്യാനായിട്ട് തന്നെ നിന്നുള്ളൂ. മറ്റവർക്കെല്ലാം ഫ്രീഡം കൊടുത്ത് പിന്നെ വിട്ടു. ഇവർക്ക് ഇപ്പോൾ ഒരു വെട്ടത്താശാരി എന്നും പറഞ്ഞ് ഒരു വെട്ടത്ത് പറമ്പിൽ എന്നും പറഞ്ഞ് ഒരു ദേവീക്ഷേത്രമുണ്ട് പറമ്പിൽ ആശാരിമാരുടെ. അത് വെട്ടിക്കൽ ഭാഗത്തായിട്ടുണ്ട്. വെട്ടിക്കലിൽ നിന്ന് ആരക്കുന്ന് പോകുന്ന വഴിയിൽ വെട്ടിക്കൽ തന്നെ. അപ്പോൾ ഇതൊക്കെ അന്ന് കൊണ്ടുവന്ന ആശാരിമാരുടെ ആൾക്കാരാണ്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് യുദ്ധത്തിൽ നമ്മൾ ജയിച്ചതുണ്ട് പറഞ്ഞല്ലോ. 1662 മാർച്ച് 3 രാജാവായത്. 1662 മാർച്ച് 3 രാജാവായത്. 1662 മാർച്ച് 2 അവരുടെ ആളെ തോൽപ്പിച്ചുകൊണ്ട് അവരെ തോൽപ്പിച്ചപ്പം അവരുടെ അഡ്മിറലെല്ലാം കൂടെ പേടിച്ച് സ്ഥലം വിടുവാൻ സിലോണിലേക്ക്. പാലിയത്തും അക്കൂട്ടത്തിൽ കയറി. പാലിയത്തിൻ്റെ ഗ്രന്ഥവരിയിൽ മാർച്ച് 1 അവരുടെ അതായത് ഡച്ചിൻ്റെ കമാൻഡറിനെ അവർ ക്യാപ്റ്റൻ എന്നുള്ള സ്ഥാനമാണ് കാണിക്കുന്നത്, ലാൻഡ് ഫോഴ്സിൻ്റെ കമാൻഡർ. അപ്പോൾ അദ്ദേഹത്തിന് കുന്തം കൊണ്ട് മുറിവേറ്റു. ക്യാപ്റ്റൻ പീറ്റർ മാർച്ച് 2 മരിക്കുവാണ്. മരിച്ചതോടുകൂടി ഇവരെല്ലാം കൂടി കപ്പൽ കയറി പോവുകയാണ്. ഇപ്പോൾ ക്യാപ്റ്റൻ പീറ്ററിനെ നമ്മൾ കൊന്ന ഒരു വീരചരിത്രമുണ്ട്, അതായത് അവരുടെ ലാൻഡ് കമാൻഡറിനെ. എനിവേ ഇതിന് ശേഷം ക്രിസ്ത്യാനികൾ അവിടെ സമാധാനമായിട്ട് താമസിച്ചു. ക്രിസ്ത്യൻസായിട്ട് സ്ഥലമൊന്നും ആഗ്രഹമില്ലല്ലോ. 1701 സ്ഥലം അങ്ങ് എഴുതി കൊടുത്തു ഇവർക്ക്. ഇദ്ദേഹത്തിന് വേറൊരു കഥയുണ്ട്. 1701 പാലിയത്തിന് എനിവേ ഡച്ച് വന്നപ്പോൾ മുതൽ പാലിയത്തിൻ്റെ പൊസഷനിലാണെങ്കിൽ അധികം കയറാൻ പറ്റിയിട്ടില്ല. അവിടെയൊക്കെ വെട്ടത്തെ പ്രിൻസസ്സൊക്കെ ഉണ്ട്. അപ്പം ഈ തോമാ രാജാവ് മരിച്ചതോടുകൂടി പ്രിൻസസ് അവിടെ ഹിന്ദുസ് കുറവായി മാറി. ക്രിസ്ത്യൻസ് എല്ലാം നാട് വിട്ട് വന്നല്ലോ. വേഗം തന്നെ എഴുതി കൊടുത്തു സ്ഥലമെല്ലാം. അവിടെ ഉണ്ടായിരുന്നോ എന്നറിയില്ല പ്രിൻസസ്. പിന്നെ ഹിന്ദുസിന് ഇവിടെ ഒരു അമ്പലമുണ്ടായിരുന്നു, കൃഷ്ണ ഐഡൽ. ഇപ്പം കോട്ടയിൽ കോവിലാവും കൃഷ്ണ ഐഡൽ ഉള്ള ടെമ്പിൾ വിഷ്ണു ടെമ്പിൾ എന്ന് പറയും. അത് വില്ലാർവട്ടത്തിൻ്റെ ആണെന്നുള്ള പ്രൂഫുണ്ട്. 1935 ഗവൺമെൻറ്റിൻ്റെ ട്രാവൻകൂർ ഗവൺമെൻറ് തന്നെ നോട്ടിഫിക്കേഷനിൽ നിന്നും അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു കൃഷ്ണ ഐഡൽ ഉണ്ടായിരുന്നു. ആ ടെമ്പിൾ മാറ്റി ഇവരെ ഐഡൽ ഒരു നമ്പൂരി ഫാമിലിക്ക് കൊടുത്തു. ദാറ്റ് ഈസ് അവിടെ അതിന് തൊട്ടടുത്ത് ഉദയംപേരൂരിന് തൊട്ടടുത്ത് നടക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ സൈഡിൽ ഒരു നമ്പൂതിരി നരസിംഹ ടെമ്പിളുണ്ട്. അവിടെ വയ്ക്കുന്ന ഐഡൽ ആ ഐഡലാണ്. ഒരറ്റത്ത് 4 ഐഡലുള്ളതിൽ ഒരു ഐഡൽ അതാണ്. അവർ പറയും രാജാവ് തന്നാന്ന്. ഏത് രാജാവാണെന്ന് അവർക്കറിയില്ല. എനിവേ ഇത് യുദ്ധം വളരെ 1702 നമ്മുടെ 1 മരണത്തോടുകൂടി ഇത് എഴുതി കൊടുത്ത് അവർക്ക് അധികാരം കൊടുത്തെങ്കിലും അവർക്ക് രാജാധികാരമില്ല. ഐ മീൻ കംപ്ലീറ്റ് അധികാരമില്ല. അപ്പം നമ്മുടെ വെട്ടത്തുകാർ എനിക്ക് അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരെ ഇവിടെ നിന്ന് ഓടിക്കണമെന്ന് പാലിയത്തിന് ആഗ്രഹമുണ്ട്. ചേന്നമംഗലത്ത് കുറച്ച് പേരുണ്ട്. എനിവേ ആ ചേന്നമംഗലത്തുള്ളവരെ നോക്കി നിൽക്കുമ്പോൾ 1713 ഒരു പാതിരിയുടെക്ക്
കണ്ടുകിട്ടി വേറൊരു പാതിരി മരിച്ചപ്പോൾ എന്നും പറഞ്ഞ് അവിടെ ആരോ കൊണ്ട് ഇട്ടതാ നമ്മുടെ സെമിനാരിയിൽ ചേന്നമംഗലത്ത് പഴയ സെമിനാരി ഒന്നുണ്ട്. അപ്പോൾ അവിടെയാണല്ലോ 1658 തോമാരാജാവ് കൺവേർട്ടഡ് ആയത്, വൈപ്പിൻകോട്ട സെമിനാരി. അവിടെ വെച്ച് ഒരു ഇത് കണ്ടുകിട്ടിയതനുസരിച്ച് യാക്കോബിൻ്റെ കൊച്ച് മകള് പാലിയത്തേക്ക് ദത്തുപോയെന്നും കൊച്ചി രാജാവിനെ കെട്ടിയെന്നും കൊച്ചി രാജാവിനെ നാട് കടത്തിയെന്നും. എന്നുവെച്ചാൽ കൊച്ചി രാജാവിലും വലിയ ഫോഴ്സാണല്ലോ പാലിയത്ത് പറയുന്ന കഥയാണല്ലോ ചരിത്രം. പിന്നെ അപ്പം പാലിയത്തച്ഛന്മാർ അതിന് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കൊച്ചി രാജാവ് അംഗീകരിച്ചുകൊണ്ട് 1713 ഒരു ഡിഗ്രി വന്നു. അതിനാണ് വില്ലാർവട്ടം പാന എന്ന് പേരിട്ടേക്കുന്നത്. ആ ഫോറിനർ അച്ഛനാണ് അത് കണ്ടുകിട്ടിയത്. അച്ഛന് വട്ടെഴുത്ത് ലിപി വായിക്കാൻ അറിയാം. സത്യം എന്തെന്ന് അച്ഛൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അച്ഛൻ അത് കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ അതോടുകൂടി വില്ലാർവട്ടം പാന അപ്രൂവ് ചെയ്തുകൊണ്ട്, ചരിത്രമായിട്ട് അപ്രൂവ് ചെയ്തുകൊണ്ട്, ഇനി വില്ലാർവട്ടത്തിൻ്റെ സ്വത്തിന് മുഴുവൻ അധികാരി ഈ സ്ത്രീ, അതായത് യാക്കോബിൻ്റെ മകള് കൃപാവതി എന്ന് പറയുന്ന മറിയം പാലിയത്തിലേക്ക് എന്താ പറയുന്നത് സംബന്ധത്തിൽ വന്നതുകൊണ്ട് ഇനി പാലിയത്താണ് അതിന് അധികാരി എന്നും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് രാജാവ് ഒരു തിട്ടൂരമിട്ടു. പക്ഷെ ആ തിട്ടൂരമിട്ടിട്ട് അങ്ങനെയാണ് പാലിയത്തിന് സ്വത്തൊക്കെ പോകുന്നത്. അപ്പോഴത്തേക്ക് ഇവർക്കാണ് അധികാരമെന്ന് കാണിക്കാൻ പെട്ടത്തെ ഹിന്ദു പ്രിൻസസ്, അപ്പോഴത്തേക്ക് വയസ്സായി കാണും, അവരുടെ പണിക്കേഴ്സാണ് യുദ്ധം നടത്തുന്നത്. അവരുടെ പണിക്കേഴ്സ് പോയിട്ട് അടൂർ എന്ന് പറയുന്ന സ്ഥലം, ഒരുപക്ഷെ അന്നത്തെ അടൂർ ഇന്നത്തെ അങ്കമാലി അടുത്തുള്ളൊരു സ്ഥലമാണ്. അതുപോലെ വേറൊരു സ്ഥലം അമ്പലമുണ്ട്. ആ ഏരിയയിൽ നൗക്ക പിടിച്ചെടുത്തു. അവിടെ കൺട്രോൾ ചെയ്യുന്ന നമ്പൂരിമാരെ തോൽപ്പിച്ചുകൊണ്ട്, നൗക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വള്ളമാണ്. വള്ളം എന്ന് പറയുന്ന അമ്പലത്തിൻ്റെ ഏരിയയിൽ മുഴുവൻ, അതിന് ചുറ്റുപറ്റവും മുഴുവൻ ഇരിഞ്ഞാലക്കുട അമ്പലം, അടൂർ ഏരിയയും ഇരിഞ്ഞാലക്കുട ഏരിയയിലും ഇവർ അധികാരം പിടിച്ചെടുത്ത് അവരെ തോൽപ്പിച്ച് കയ്യിലെടുത്തു വരും. അപ്പോൾ സാമൂതിരിയുടെ ഗ്രന്ഥവരിയിൽ എഴുതിയിട്ടുണ്ട്, സാമൂതിരി കോഴിക്കോട് 1713 എഴുതിയിട്ടുണ്ട് ഈ കാര്യം. അപ്പോൾ അതിൻ്റെ അർത്ഥം പിന്നെ അറിയാം വെട്ടത്തുകാർ ജീവിച്ചിരിക്കുമല്ലോ എന്ന്. സാമൂതിരിയെതിരെ ഇവരുമെതിരെ, പാലിയത്തുമെതിരെ, ഡച്ചുമെതിരെ ഹിന്ദു വെട്ടത്ത് ജീവിച്ചിരിക്കുമെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. ക്രിസ്ത്യൻ വെട്ടത്ത് പിന്നെ ഇവിടെ നമുക്ക് 4 കാര്യം അറിയാമായിരുന്നു: ഗൗളിശാസ്ത്രം, സംസ്കൃതം, ജ്യോതിഷ്യം, കളരിപ്പയറ്റ്. ഇത് 4 തലമുറ മുന്നോട്ട് കൊണ്ടുപോയി. അത് 1990 ഒരു ബുക്കിൽ കമാൻഡർ നാരായണൻ എഴുതിയേക്കുന്നത് ക്ഷത്രിയനായ ക്രിസ്ത്യാനിയായ ക്ഷത്രിയ രാജാവ് എന്നുള്ള ബുക്ക്, അനിൽകുമാർ നായരുടെ ബുക്കിൽ ഇദ്ദേഹം എഴുതിയേക്കുന്നത് അഡ്വക്കേറ്റ് MLC വെട്ടത്ത് ജെ മത്തായി, ഇതിൽ 8th ജനറേഷൻ ഓഫ് തോമരാജാവിൻ്റെയാണ്. അപ്പം എനിവേ അങ്ങനെ ആ ചരിത്രം അവിടെ തീരുന്നു. ഇതാണ് വില്ലാർവട്ടത്തെ ചരിത്രം. താങ്ക് യു, ഗുഡ് നൈറ്റ്.